കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to God's blessed name. അനുഗ്രഹമായ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. Praise God for the blessed time. അല്പസമയം ദൈവവചന ധ്യാനത്തിനായിട്ട് തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം വായിക്കാം. ദൈവത്തിന് ഇഷ്ടം. And for today's meditation, let's read from the book of 2 Timothy. 1 Timothy. Chapter 2 verse 3. Chapter 2 verse 3. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം കൂടെ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise be to God's blessed name. തീമോഥെയോസിനെ പൗലോസ് എഴുതിയ 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ് വായിച്ചത്. ദൈവത്തിന് And this is the epistle, the letter that Paul wrote to Timothy, which is what we read in 1 Timothy chapter 2 verse 3 and 4. അതിൻ്റെ ആരംഭ വാക്യങ്ങളിൽ 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. And the verse 3 that we read says so, this is good and pleases God our Savior. എന്താണ് ദൈവത്തിന് നല്ലതും പ്രസാദകരവുമായിരിക്കുന്ന കാര്യമെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. And what is it that is good and pleasing our God and our Savior is what is written in verse 4. അവിടെ പൗലോസ് ഓർപ്പിക്കുന്നത് സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിന് ഇഷ്ടം. And that is what is written in verse 4, who wants everyone to be saved and to understand the truth. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദമുള്ള കാര്യം, ഗുഡ്, നല്ലതെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കുക എന്നുള്ള ഇച്ഛിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണെന്നാണ് ആ വിഷയം ഓർപ്പിക്കുന്നത്. And this is what is good and pleasing to our God and our Savior is that everyone needs to be saved and they need to understand the truth. അപ്പോൾ ദൈവത്തിന്റെ വലിയ ഒരു താല്പര്യമാണ്, ദൈവത്തിന്റെ വലിയ ഇഷ്ടമാണ്, ആമേൻ, എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. So this is the desire that our God wants, is that everyone should be saved. ദൈവത്തിന്റെ ഇഷ്ടമാണ്, ആമേൻ, ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുക, രക്ഷയിലേക്ക് വരിക, കൃപയിലേക്ക് വരിക. ദൈവത്തിന്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തിന്. And this is what is well pleased to our God, is that every person or human beings, they need to be saved, they need to come into the faith. ദൈവത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഇഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നശിച്ചു പോകുന്ന ലോകത്തിൽ മനുഷ്യൻ രക്ഷ പ്രാപിക്കുക, രക്ഷയിലേക്ക് വരിക, സാൽവേഷൻ, രക്ഷയിലേക്ക് വരിക, കൃപയിലേക്ക് വരിക. ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രസാദകരമായ, ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്. And this is the greatest desire that our God has, is that in this perishing world, human beings or mankind, they need to turn to God, they need to be saved. ഈ ആത്മരക്ഷയ്ക്ക് ദൈവത്തിന് സ്തോത്രം. ബോധ്യം നമുക്ക് തന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്. And the word of God has given us that condemnation in our heart, that conviction in our heart. അത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. 2 തീമോഥെയോസ് 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 Timothy chapter 3 verse 14. 2 തീമോഥെയോസ് 3-ന്റെ 14-ാമത്തെ വാക്യത്തിൽ ആ ബോധ്യം ദൈവം തന്നത് പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്. And the conviction or the realization that God has given in our heart is what is mentioned in 2 Timothy chapter 3 verse 14. അതിന്റെ ആരംഭവാക്യം മാത്രം വായിക്കാം. ദൈവത്തിന്. നീയോ ഇന്നവരോട് പഠിച്ച് നോർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചു. ആമേൻ. നീ ഇന്നവരോട് പഠിച്ചു എന്നും വാക്യത്തിൽ പൗലോസ് ഓർപ്പിക്കുന്ന രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത് ബാല്യം മുതലേ നീ പഠിച്ചത് എന്ന് ഓർക്കുക. ദൈവത്തിന് ഇഷ്ടം. And here Paul reminds us the word of God that is enough or that is sufficient to make you realize about this faith, about the salvation. That is what you have learned from your childhood. ആ പദം വളരെ ശ്രദ്ധേയമാണ്. രക്ഷയ്ക്ക് നമ്മളെ ജ്ഞാനിയാക്കി തീർത്ത ദൈവത്തിന്റെ വചനം. And it says that the wisdom that we have been given to receive the salvation.
അപ്പോൾ നാം രക്ഷയിലേക്ക് വരുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് ആധാരമായിരുന്നു. ദൈവത്തിന് That is why we know that for us to come into faith, for us to come into salvation, word of God is of prime importance. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹപരമായ ആ രക്ഷയിൽ നിന്ന് ദൈവം ആരെയും ഒഴിവാക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. And God doesn't want to exclude anyone from salvation. സകല ഭൂസീമാവാസികളുമായുള്ളവര് എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുമെന്ന് സുവിശേഷകനായ യെശയ്യാ വിളിച്ചു പറയും. And Isaiah says that you all who live in this world, look unto me and be saved. യേശു കർത്താവ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ രക്ഷകനല്ല, സർവ്വ മനുഷ്യരുടെയും രക്ഷകനാണ്. And our Lord Jesus is not savior to one particular sect of community, but he is savior to the whole world. Praise the Lord. അതുകൊണ്ട് കാലാകാലങ്ങളായി ദൈവത്തിന് സ്തോത്രം, ആ ദൈവ ഇഷ്ടത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിച്ചു. And that is why God has been allowing us to come into salvation from time to time. അപ്പോൾ നാം ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത് നമ്മളെ ബാല്യം മുതലേ ഈ ജ്ഞാനം, ഈ ദൈവകൃപ പകർന്ന് രക്ഷയിലേക്ക് വരുവാൻ നമ്മുടെ പിൻപിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവരെയും നമ്മൾ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിവരെയില്ല. So it is not enough how much we think and praise our God regarding the fact that when we consider the fact that there are so many people who prayed for us, there are so many people who worked relentlessly for us so that we need to come into this salvation. നാം രക്ഷാനിർണയം പ്രാപിച്ച് ആ കൃപയിലേക്ക് വരുവാൻ ദൈവം നമുക്ക് തന്ന അവസരങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. And these opportunities that God is creating for us to come into salvation is so great. അതാ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്, ബാല്യം മുതൽ ഈ ജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പകർന്നു തന്നു. And that is what we read in this verse, which says that right from the childhood God taught us these holy scriptures. അങ്ങനെ ബാല്യം മുതൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനും ഈ രക്ഷയിലേക്ക് വരാനൊക്കെ ദൈവം നമുക്ക് ഒരുക്കിയ സൗഭാഗ്യങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ അധികമായി സ്തുതിക്കാൻ കഴിയും. And I praise God for all the blessed opportunities that God is creating for us to know, to read from the word of God, to understand the scripture and come into salvation. ഈ രക്ഷാ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ആ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. And God has given us that blessed opportunity to know our Lord and our Savior and to spare ourselves from that eternal punishment. Praise the Lord. Hallelujah. സ്തോത്രം. നാം രക്ഷിക്കപ്പെട്ട നാൾ എത്രയോ ശ്രേഷ്ഠമാണ്. Praise the Lord. And the year, the time that we got saved is such a blessed time. പ്രവാചകനായ ഇരമ്യാ പ്രവാചകൻ പറയുന്നത്, praise the Lord, നിന്നെ വിവാഹം നിശ്ചയിച്ച നാള് നീ രക്ഷയിലേക്ക് വന്ന ആ ഭാഗം ഞാൻ ഇസ്രായേലിനോട് ഓർക്കുന്നു എന്നാണ് പറയുന്നത്. And the prophet Jeremiah says that I remember those times, the time when you were brought into this salvation. അത് ഇവിടെ നമ്മൾ വായിച്ചത് ദൈവത്തിന് അത് ഇഷ്ടമാണ്. And that is what we read in the first verse that we read, that God desires that pleases him. നമ്മൾ സാധാരണ പറയുന്നത്, ദൈവമേ എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. ദൈവത്തിന് And many a times when we meditate, we ask Lord that, Lord, what is that you desire? ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യൻ കൃപയിലേക്ക് വരുന്നതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം. So a person to be saved is what God desires about us. ആ മനുഷ്യനോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. And God deeply loves such a person. അപ്പൊ ഒരാൾ കൃപയിലേക്ക് വരുന്നത്, രക്ഷയിലേക്ക് വരുന്നത്, യേശുവിനെ കണ്ടുമുട്ടുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടങ്ങളിൽ ഒന്ന്. So one of the things that God desires about us, or one of the things that pleases God, is that we come into salvation. അപ്പോൾ നമ്മളൊക്കെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളും ഞാനും എല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവത്തിന് ഇഷ്ടം. And we have been praying continuously for God's will to be fulfilled. അപ്പൊ ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലെ ഒരു പ്രാർത്ഥനാ വാചകം ഇതും കൂടെ ആയിരിക്കണം. So today, from today onwards, when we pray, this should be one of the verses that we use. എന്താണ് ദൈവത്തിന്റെ വലിയ ഇഷ്ടങ്ങളിൽ ഒന്ന്? അനേകർ രക്ഷയിലേക്ക് വരിക എന്നുള്ളതാണ്. And this is one of the greatest desires that God has, is that the mankind needs to be saved. They need to come into salvation. ഇതെഴുതിയ പൗലോസിന്റെ ജീവിതത്തിൽ ദീർഘനാളുകളിൽ വിവിധ അനുഭവങ്ങളിലൂടെ അനേകരെ രക്ഷയിലേക്ക് നടത്തിയ പൗലോസാണ് ഈ ആത്മീയ സത്യം ആ ലേഖനത്തിൽ എഴുതുവാനിടയായി തീർന്നു. And when we read about Paul, who wrote this epistle, we understand that through his life and through several examples that he has laid, he has brought several people into faith. പൗലോസ് അനേക ഇടങ്ങളിൽ അനേകരെ കൃപയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. And Paul has brought several people into salvation.
പൗലോസ് എവിടെയൊക്കെ വന്നോ അവിടെ എല്ലാം അനേകരെ കൃപയിലേക്ക് നടത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. And wherever Paul went, we read that he has brought those people into salvation, into faith. ദമസ്കോസിൽ തുടങ്ങിയ തന്റെ യാത്ര എവിടെല്ലാം താൻ സഞ്ചരിച്ചോ അവിടെ എല്ലാം മുതൽക്കൂട്ടാക്കി മാറ്റിയിട്ടുണ്ട് ദൈവത്തിന്റെ സ്തോത്രം. And from the start of his journey, right from Damascus to wherever he journeyed, to wherever he went, he has added people into God's army. Praise the Lord. Hallelujah. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ആ ദൈവരാജ്യത്തിന് വേണ്ടി താൻ ഓടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ And സ്തോത്രം. when we read the word of God, we understand that he worked, he toiled hard for the kingdom of God. ദൈവമേ നിന്റെ ഇഷ്ടം എനിക്ക് വളരെ വ്യക്തമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ വിഷയങ്ങൾ മേൽ പ്രവർത്തിക്കാൻ വളരെ ഈസിയാണ്. And when we pray to God that Lord, you reveal your will to me, you reveal what is pleasing to you, and when we pray that, God shall work on our problems, on our issues. ആമേൻ. രക്ഷയ്ക്ക് 3 അനുഭവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, പക്ഷേ 3 അനുഭവങ്ങൾ നമ്മൾ അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഗ്രഹിക്കുന്നത് നല്ലതാണ് ദൈവത്തിന് ഇഷ്ടം. And we know that in order to be saved, in order to attain salvation, we need to go through a process, into a 3-stage process. ഒന്നാമത്തെ അനുഭവം നമ്മൾ ഒരിക്കൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു ദൈവത്തിന് സ്തോത്രം. And the first one is that we have been saved. അത് നമുക്കൊരു ഡേറ്റ് ഉണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഒക്കെ നമ്മുടെ ബൈബിളിലൊക്കെ നമ്മൾ എഴുതി വെക്കും. ചിലര് സ്നാനപ്പെട്ടതൊക്കെ ബൈബിളിൽ എഴുതി വെക്കാറുണ്ട്. ആ ദിവസം മറന്നു പോകത്തില്ല. And we will never forget the day we got saved. We will never forget the day we got baptized. Some of you might also write it on your Bible. നിങ്ങളെ രക്ഷിക്കപ്പെട്ടതൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങൾക്ക് ഓർമ്മ പോകും ദൈവത്തിന്റെ And probably when we say this, you might be able to recollect the times when you got saved, when you attained salvation. നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നാം കൺഫെഷൻ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിച്ച സുദിനമാണ് ആ രക്ഷയുടെ ദിവസം ദൈവത്തിന്. And the day that we attained salvation is when we repented from our sins and when we confessed it from our mouth. പൗലോസ് പോലും പറയുന്നത് ലേഖനത്തിൽ പൗലോസ് പറയാണ് ഞാൻ ദിവസേന രക്ഷിക്കപ്പെടുന്നെന്ന് ദൈവത്തിന്. And through the epistle reminds us, he says that I'm getting saved daily. എനിക്കത് വായിച്ചിട്ടും പിന്നെയും അങ്ങോട്ട് എനിക്ക് അതിന്റെ ദാരിദ്ര്യം മനസ്സിലാകുന്നില്ല അതിന്റെ ദൈവത്തിന് സ്തോത്രം. അതിന്റെ ആശയം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വളരെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ദൈവത്തിന്. And when we read those verses, it is difficult for us to understand that what actually he meant through that. ഒരിക്കൽ യേശുവിന് ഹൃദയം കൊടുത്തതാണ് ദൈവത്തിന്. And once he has been saved, പ്രൈസ് ദി ലോർഡ്, പിന്നെ ഓരോ ദിവസവും ആ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യാണ് ദൈവത്തിന്. But then he says that daily, on a daily basis, he surrenders himself to God and he repents. അത് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്ന വാക്യം നിങ്ങൾക്ക് സുപരിതമാണ്. And then the verse that Paul uttered in the book of Romans is very familiar to us. പൗലോസ് പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരാണ് നമ്മളെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നെന്നും നിങ്ങളെ തന്നെ ഓരോ ദിവസവും എണ്ണുവീൻ എന്നാണ് പൗലോസ് പറയുന്നത്. And Paul says that we need to count ourselves daily. We need to make ourselves worthy of that thing, that we are dead in sin and we live in Christ Jesus. അപ്പോൾ ദിവസേന നമ്മൾ മരിക്കുകയാണ് ദൈവത്തിന്. So it means that daily as we live a life in this world, we are dying to sin. അങ്ങനെ നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. So Paul says that we need to recount about it. We need to think about it. ആ എണ്ണന്റെ പൂർത്തീകരണമാണ് റാപ്ചർ എന്ന് പറയുന്നത്, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നത്. And we need to do that until the second coming of the Lord, or until the rapture of the church. അപ്പൊ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ ആയില്ല. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും ഞാൻ പാപസംബന്ധമായി മരിച്ച വ്യക്തിയാണെന്ന് എണ്ണി ജീവിക്കണം. And being saved is not enough. Every day you need to repent, surrender yourself, and need to remember that you are dying to sin. ഇനി അതാണ് രക്ഷ. ഇപ്പൊ നമ്മള് ഓരോ ദിവസവും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കുന്ന അനുഭവമാണ്. And this is what is called salvation or being saved, that every day, as each day passes by, we surrender ourselves. ഇനി നമ്മള് ഇവിടുന്ന് ഒരിക്കൽ കർത്താവിന്റെ വരവിൽ രക്ഷപ്പെടും. അതാണ് രക്ഷയുടെ മൂന്നാമത്തെ അനുഭവം. And then the third experience of being saved is that we all will be caught up when our Lord comes. We will be caught up with the rapture. അപ്പോൾ സകല മനുഷ്യരും കൃപയിലേക്ക് വരിക, ഒരാളെ കൃപയിലേക്ക് കൊണ്ടുവരിക. ആ വ്യക്തിയോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഈ വചനം നമ്മെ മനസ്സിലാക്കുന്നത്. And the word of God says through this verse we understand that God deeply loves those people who come into faith, and he also loves those people who bring other people into the faith. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം. ഒന്നാമത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ
ഒരാളെ കൃപയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. So firstly, when we ask God that, Lord, what is it that is pleasing to you, we need to understand that it is well pleasing to God for when we bring somebody into faith. ആ വ്യക്തിയോടും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുണ്ടാകും. And God also deeply loves that person whom you have brought into faith. ദൈവത്തിന്റെ മറ്റൊരു ഇഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നിങ്ങൾ വന്നാൽ 1 Thessalonians chapter 4 verse 3 ആദ്യ ഭാഗം മാത്രം. 1 Thessalonians chapter 4 verse 3. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇവിടെ തെസ്സലോനിക്ക വിശ്വാസികളോട് പൗലോസ് ഓർപ്പിക്കുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഹോളി, അത് ഭയങ്കര ദൈവത്തിന് ഇഷ്ടമാണ്. വിശുദ്ധി ദൈവത്തിന് ഇഷ്ടമാണ്. And God desires us to be holy. ദൈവത്തിന്റെ ഇഷ്ടമോ തെസ്സലോനിക്ക സഭയോട് പറയും, നിങ്ങളുടെ ശുദ്ധീകരണം ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. And to the church in Thessalonica, Peter says, Paul says that I desire you to be holy. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ ഇഷ്ടങ്ങളിൽ ഒന്നാണ് പ്രൈസ് ദി ലോർഡ് ഹോളി എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടം. And this is one of the other thing that is pleasing to God, it is to be holy in his presence. അപ്പോൾ ഒന്നാമത് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നല്ലതും പ്രസാദമുള്ളത് രക്ഷയിലേക്ക് ആളുകൾ വരുന്നത്, അല്ലെ നമ്മളായിരിക്കുന്ന പൊസിഷനിൽ ഓരോരുത്തരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. So the first thing that we meditated is that God desires, or God likes, when we bring people into faith. He is well pleased with that person who comes into faith. And secondly, God is pleased with us to be holy in his presence. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിനെ കുറിച്ച് ഒരു ഭാഗത്ത് ഹല്ലേലൂയ പറയുന്നത്, അവര് സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത് 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്പേഴ്സ് ചാപ്റ്റർ 23 എടുത്തവർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവര് പറയുന്നത് തനിച്ചു പാർക്കുന്ന ജനമെന്നാണ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. And about Israelites, about the people of Israel in the book of Numbers chapter 23, when we read, we understand it is said about them that they isolate themselves or they sanctify themselves from others. 9-ാം വാക്യം. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഇസ്രായേലിനെ നോക്കി ബിലിയാം പറയുകയാണ്, പ്രവാചകനായ ബിലിയാം പറയുകയാണ്, സ്വതന്ത്രം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഒരു വലിയ ഗ്രൂപ്പ് 30 ലക്ഷം പേര് മരുഭൂമിയിലൂടെ വരിക. ആ സാഹചര്യം നിങ്ങൾക്കറിയാം, രക്തസാക്ഷ്യം. അപ്പോൾ ഇവരിങ്ങനെ വരുന്ന കണ്ടപ്പോൾ, അവരുടെ ആ വരവും അവരുടെ ജീവിത രീതിയൊക്കെ കണ്ടപ്പോൾ ബാലാക്കിന് ഭയങ്കരമായ പ്രയാസം തോന്നിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And when we read the history of Israel, we understand that when Balak, when he saw these Israelites, people of God, when they were walking through the wilderness, when he saw them, he was not pleased with them. അപ്പോൾ ബാലാക്ക് ബിലിയാമിനെ അവിടെ വിളിക്കുന്നതായിട്ട്, ശപിക്കാനായിട്ട് വിളിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് വേദപുസ്തകത്തിൽ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ കാണുന്നു. And when we read Numbers chapter 23, but there we understand that Balak calls for Balaam to curse the Israelites. Praise the Lord. നോക്കിക്കോണേ. Praise the Lord. വാമേൻ ഈജിപ്തിൽ നിന്ന് 400 വർഷത്തെ കഷ്ടത കഴിഞ്ഞ്, ചെങ്കടൽ കഴിഞ്ഞ്, യോർദാൻ കടന്ന്, വിവിധ പ്രശ്നങ്ങളെ കഴിഞ്ഞ് വരുന്ന ജനം, വിശുദ്ധിയുള്ള ജനം. സ്തോത്രം. അതാ ഇവിടെ നമ്മൾ ബൈബിളിൽ വായിച്ചത്. എത്ര പേര് ആ വാക്യം ശ്രദ്ധിച്ചു? ഇതാ തനിച്ചു പാർക്കുന്ന ജനം. അപ്പൊ ഈ തനിച്ചു പാർക്കുന്ന ജനത്തെ അവരുടെ പോക്ക് കണ്ടപ്പോൾ ശപിക്കാൻ ഒരാളെ വരുത്തുന്നതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. And here we read the verse that we read, the context to it is that when Balak, when he saw Israelites coming and they have endured so many trials and problems in their life, but then they are holy, they have set themselves apart. When he looked at them, he was very angry and he called Balaam to curse them. പക്ഷേ ഈ ജനത്തെ മനസ്സിലാക്കാൻ ഈ ബിലിയാമിന് കഴിയാതെ പോയി. ദൈവത്തിന് ഇഷ്ടം. But then Balaam was not able to understand them. ഇവര് ചെങ്കടലിൽ നിന്ന് ദൈവം ഇവരെ വിടുവിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. And we understand that God delivered them from the Red Sea. യോർദാന്റെ മരണത്തിൽ നിന്ന് ഇവരെ ദൈവം വിടുവിച്ചതാണ്. And we know that God delivered them from death. ഇവരെ ഭയങ്കരമായ വിടുതൽ കൊടുത്ത് ദൈവം കൊണ്ടുവന്നതാണ്. And we know how miraculously God had led them in the wilderness. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത് ബിലിയാമിന് അവരെ ശപിക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർക്ക് വേർപാടുണ്ടായിരുന്നു, അവർക്ക് വിശുദ്ധി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. And one of the reasons why Balaam was not able to curse the Israelites is that when he looked at them, he saw that those people, that Israelites were holy, they had set themselves apart, they had sanctified themselves from others. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന ദൈവജനത്തെ
ഇസ്രായേൽ ജനത്തെ ഒരു കാലത്തും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. And the people of Israel who live a holy life, who sanctify themselves from others, nobody can even dare to do anything to them. ബിലെയാം നല്ല ഒരു വ്യക്തിയായിരുന്നു, ദൈവനിഷ്ഠ. And this Balaam was a very good person. പക്ഷെ വന്നപ്പോഴാ മനസ്സിലായത് ഈ ജനം വിശുദ്ധിയിൽ ഇരിക്കുന്ന ജനമാണ്. But then when he approached the people, the Israelites, that is when he realized that these people are truly holy. ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിന്റെ കീഴിലിരിക്കുന്ന ജനമാണ്. And they are always under the presence of God. ഇത് ഇന്ന് പകൽ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. And this actually this calls out for a spiritual truth. നമ്മൾ ഏത് ലോകത്തിന്റെ ദിക്കിലായിരുന്നാലും ദൈവകൃപയിൽ വേർപാടിലും വിശുദ്ധിയിൽ ഇരുന്നാൽ ഒരു അന്ധകാര ശക്തിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. No matter in whatever part of the world we live or we reside in, if we continue to live a holy life, if we sanctify ourselves from others, then no demonic power can ever touch us. ബിലെയാമിനെ അവിടുന്ന് കൂലിക്ക് വിളിച്ചു. പക്ഷേ ബിലെയാം വന്ന് നോക്കുമ്പോൾ വിശുദ്ധിയിൽ ഇരിക്കുന്ന ഒരു ജനത്തെയാ കാണുന്നത്. And Balaam was being called to curse that nation, but then when Balaam came in, he saw a nation that was holy. Praise the Lord. അപ്പോൾ ഈ ജനത്തെ ശപിക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ദൈവവചനം പറയുന്നത് വേർപാടുണ്ടായിരുന്നു, വിശുദ്ധി ഉണ്ടായിരുന്നു. And the most important reason that Balaam was not able to curse this nation is that this because the Israelites were holy and they had sanctified themselves. നമ്മുടെ പല കഷ്ടതയിലും പല പ്രതികൂലങ്ങളിലൊക്കെ ദൈവമക്കളായി നമ്മൾ നിലനിന്നതിന്റെ കാരണം ആ ദൈവകൃപയിൽ നമ്മൾ പിടിച്ചു നിന്നതുകൊണ്ടാണ്. Even in the past years, I mean the trials and problems, we were able to stand firm because God kept us, so we were able to hold tightly onto that grace. ശോധന കുറവായിട്ടല്ല, ശോധന ഉണ്ടായിരുന്നു. പക്ഷെ പിടിച്ചു നിൽക്കുന്ന വിശുദ്ധിയിലും കൃപയിലും പിടിച്ചു നിന്നതാണ് ഇന്ന് പകൽ ദൈവജനത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. And then we had a lot of problems and trials in our life, but we were able to stand firmly, stand boldly amidst all that because we held on to that grace, we held on to that holiness. ശപിക്കാമെന്ന ബിലെയാം കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂടാരങ്ങൾ, ഇസ്രായേലിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നതാ പറയുന്നത്. And Balaam, who was called to curse the nation, after some time he looked at their tents and said that how beautiful are their tents. അവരുടെ കൂടാരങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവരുടെ കൂടാരങ്ങൾ എത്ര സൗന്ദര്യമായിരിക്കുന്നെന്നാണ് സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് പറയാൻ കാരണം അവരുടെ അകമേയുള്ള വിശുദ്ധിയാണ് അവരുടെ സൗന്ദര്യത്തിന് കാരണം. And Balaam was able to say that their tents were truly beautiful because their inner person, their hearts were pure before God. ഇന്ന് പകൽ നമ്മുടെ ആന്തരിക സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു രാജാവ് ഇന്ന് പകൽ ഈ ആരാധനയിലുണ്ട്. And a king who enjoys the inner beauty of our heart is right here amidst us. നമ്മുടെ അകത്തെ ദൈവത്തിന്റെ സ്തോത്രം കാത്തു സൂക്ഷിക്കുന്ന, ആ ദൈവകൃപ സൂക്ഷിക്കുന്ന ആ വ്യക്തിയെ, ആ സൗന്ദര്യം കാണാൻ രാജാവ് ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. And the king who enjoys the inner beauty of his children is right here amidst us. അകത്തെ സൗന്ദര്യമുള്ളതായ ഇസ്രായേലിനെ കണ്ടപ്പോൾ രാജാവ് അതിന്റെ ചുറ്റും നിൽക്കുകയാണ്. And when they saw this nation that had the inner beauty, the king actually looked and stood before them. ഇത് ശപിക്കാൻ കഴിയാത്തതിന്റെ വേറൊരു കാരണം നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എടുത്ത് എല്ലാം വായിക്കാൻ സമയമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇവരുടെ മധ്യത്തിൽ രാജകോലാഹലം ഉണ്ടായിരുന്നെന്ന് അവിടെ, രാജകോലാഹലം. And another reason why Balaam was not able to curse this nation is because they continually used to praise and worship God. എന്ന് പറഞ്ഞാൽ ഇവർ രാജകോലാഹലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധനയായിരുന്നു. അപ്പോൾ ആരാധനയാണ് ഈ രാജകോലാഹലം എന്ന് പറയും. And the Israelites were able to continuously worship and praise God. That was the reason why he was not able to curse. അപ്പോൾ എന്തുകൊണ്ട് ശപിക്കാൻ കഴിഞ്ഞില്ല? ആരാധിക്കുന്ന ജനത്തെ ശത്രുവിനൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഇന്ന് പകൽ ഉറയ്ക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for those people who boldly claim onto the fact that the people who worship and praise God in spirit and truth, no demonic power can touch them. നീ ഭവനത്തിൽ ഒറ്റയ്ക്കാണെങ്കിൽ നീ ആരാധിച്ചോ, ശത്രുവിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. രാജകോലാഹലം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ അന്ധകാര ശക്തിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. No matter you're alone at your home, if you continue to praise and worship God, no demonic power can touch you. Praise the Lord. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആരാധനയാണ്. ദൈവത്തിന്റെ സ്തോത്രം. And this is our beauty, children of God. വിശുദ്ധ ആരാധനയിൽ ഇൻസ്ട്രുമെന്റ്സോട് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം സൗന്ദര്യം ആസ്വദിക്കുകയാണ്.
And when we worship and praise God by all sorts of means and sources that we have, God is enjoying നമുക്കൊക്കെ it. പരിമിതികളുണ്ടെങ്കിൽ മുഖത്തൊക്കെ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽ അതിനെ കവർ ചെയ്ത് വരുന്ന ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. I praise God, though we are worshiping in whatever possible limitations that we have, but I praise God because He sends His presence over അപ്പൊ us. ആരാധിക്കുന്നവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തിന് And God is well pleased with those people who worship Him. അപ്പൊ ഇസ്രായേൽ രാജകോലാകൽ എന്ന് പറഞ്ഞാൽ സകലവിധ ഇൻസ്ട്രുമെന്റ്സോടും കൂടി അവർ ആരാധിക്കുന്നു. ഇത് ഹല്ലേലൂയ അവരുടെ ഒരു വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് So the fact that the Israelites were worshiping God with all possible source and means that they have, that turned out to be a blessing and deliverance for them. പക്ഷേ ബിലെയാം വന്നപ്പോൾ ആരാധിക്കുന്ന ജനത്തെ ഒന്നും ശപിക്കാൻ കഴിഞ്ഞില്ല. And that is why Balaam was not able to curse that Israelite who was worshiping God. ഇന്ന് പകൽ എന്തിനാണ് ദൈവാത്മാവിനെ ഈ ഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. I don't know why Holy Spirit is taking us into this verse. പക്ഷേ ഒരു കാര്യം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആരാധിക്കുന്ന ജനത്തിന്റെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട്. Whereas this is what Holy Spirit wants to say, wants to talk to us, is that wherever people of God worship God, there God shall send His deliverance. അപ്പോൾ ഹല്ലേലൂയ ബിലെയാമിനെ ശപിക്കാൻ കഴിയാത്തത് ആരാധിക്കുന്ന ജനമാണ്. And Balaam was not able to curse this nation because they were worshiping God. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിന്റെ നടുവിലും ആരാധിക്കുന്ന ദൈവങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. I praise God for those people who worship God no matter, regardless of their circumstance. അല്പം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വീട്ടിലിരുന്ന് മുട്ടുമടക്കി ദൈവസ്ഥനെ പ്രാർത്ഥിച്ചാൽ ആ രാജകോലാഹലത്തിൽ അന്ധകാര ശക്തി അടുക്കുകയില്ല. And no matter whatever trials or problems you have amidst that, if you continue to praise and worship God, that no demonic power can touch you. പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തെ ശപിക്കാൻ കഴിയാത്തതിന്റെ കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. And they have written, and it is written the reason why Balaam was not able to curse them. ഈ ജനമെന്ന് പറയുന്നത് ഹല്ലേലൂയ ഇവരിൽ നിന്നൊരു ഉദയനക്ഷത്രം ഉദിക്കുമെന്ന് ദൈവത്തിന്റെ സ്തോത്രം സംഖ്യാപുസ്തകത്തിൽ കാണുന്നുണ്ട്. And in the book of Numbers we read that Balaam he says that surely a rising star shall rise from this nation. എന്ന് പറഞ്ഞാൽ ഈ ഉദയനക്ഷത്രം അവരിൽ നിന്ന് ഉദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനം വാഗ്ദത്തമുള്ള ജനമാണ്. It truly means that this nation is a promised nation. അപ്പോൾ വാഗ്ദത്തമുള്ള ജനത്തെ ഒരിക്കലും ശപിക്കാനൊക്കത്തില്ല. So a people who is a promised people, or a nation which is a promised nation, nobody can curse them. ബിലെയാം വന്നപ്പോ പറയാണ്, ഞാൻ നോക്കിയപ്പോ ഉദയനക്ഷത്രം ഇവരിൽ നിന്ന് ഉദിക്കുമെന്ന് ബിലെയാമിന് മനസ്സിലായി. So Balaam, when he looked at this people, he was able to understand that the rising star shall rise from this nation. ഇന്ന് പകൽ വാഗ്ദത്തമുള്ള ജനത്തെ ഒരു ശക്തിക്കും ഹല്ലേലൂയ അതിനെ ശപിക്കാൻ കഴിയില്ല. And the people of God, the children of God who have this promise from God, no power can touch you. അപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, വാഗ്ദത്തമുള്ള ജനമാണ് ഈ ജനം. ദൈവത്തിന്റെ മഹത്വം. And they were a promised people, a promised nation. പിന്നെ ബിലെയാം വന്ന് നോക്കുമ്പോൾ ഇവരുടെ കഷ്ടത ദർശിപ്പാനില്ലെന്നാണ് ബിലെയാം പറയുന്നത്. And Balaam says that when he looked at them, he was not able to see their hardships. എന്ന് പറഞ്ഞാൽ ഇവർക്ക് കഷ്ടതയൊക്കെ ഉണ്ടായിരുന്നു. Praise the Lord. It doesn't mean that they didn't have any problem. ഇവർക്ക് മിസ്രൈമിൽ ഒത്തിരി ഭയങ്കര കഷ്ടത ഉണ്ടായിരുന്നു. We know that in Egypt they had to face a lot of problems. എന്നാൽ ഇപ്പോൾ ഇവരുടെ കഷ്ടത ഇങ്ങനെ മാറി വരിക. But then their hardships are slowly being taken away. ഹല്ലേലൂയ. കഷ്ടത ഉണ്ടായിരുന്നു, കഷ്ടത മാറി വരികയാണ്. And they had problems and trials, but that is coming behind. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ചില അനുഭവങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നതാണ് ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നത്. And this is what Holy Spirit wants to say. If you continue to praise and worship God, God shall change your situation. ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളെ കഷ്ടതകളെ അതൊന്നും കഷ്ടതയല്ല, അതിൽ നിന്ന് ദൈവം മാറ്റുന്ന ദൈവമാണ്. And when you continue to praise and worship God, you shall not suffer all the time, but God shall deliver you out of it. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമാണ് നാം വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. So we understood that God pleases or desires that we need to be holy. ദൈവത്തിന്റെ ഇഷ്ടം ഒന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. സമയം മുന്നോട്ട് പോകുന്നല്ലോ. 1 തെസ്സലോനിയിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. Let's read 1 Thessalonians chapter 5 verse 16. ഹല്ലേലൂയ. 1 തെസ്സലോനി 5-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സ്തോത്രം. 1 തെസ്സലോനി 5 verse 16. ദൈവത്തിന്റെ സ്തോത്രം. എപ്പോഴും സന്തോഷിപ്പീൻ, ആമേൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഇവിടെ ദൈവത്തിന്റെ 3 ഇഷ്ടങ്ങൾ ഇവിടെ പറയാണ്. ദൈവത്തിന്റെ സ്തോത്രം. And this verse says 3 things that pleases God. അപ്പൊ ഞാൻ ഈ 3 ഇഷ്ടങ്ങൾ ഈ വാക്യത്തിൽ കിടപ്പുണ്ട്. And there are 3 things that pleases God. ഒന്ന് ഹാപ്പി, സന്തോഷിക്കുക. And firstly it says always be joyful. 2 പ്രാർത്ഥന, പ്രാർത്ഥിക്കുക. And secondly it says never stop praying. 3 സ്തോത്രം ചെയ്യുക. And thirdly be thankful in all circumstances. അപ്പൊ ദൈവത്തിന് ഇത് 3 ഇഷ്ടമാണ്.
So God desires these three things. അപ്പോൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം, ഇവിടെ ദൈവത്തിന്റെ 3 ഇഷ്ടങ്ങളാണ് കാണുന്നത്. And in this verse we read 3 things that pleases God. ആമേൻ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവമക്കൾ സന്തോഷിക്കുക. And when God's children come into his presence, they need to be joyful. ആമേൻ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. We need to meditate on all the good things that God has done in our life, and we need to be thankful to him. രണ്ടാമത് അവിടെ പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. Praise And the Lord. secondly, we read that we need to continually pray. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. So one of the things that pleases God is to pray. ആമേൻ, ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for those people who continue to pray even amidst trials. ഭാരങ്ങൾ കൂടി വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് അതുപോലൊരു അനുഗ്രഹം വെളിപ്പെട്ട് വരുന്നത്. When your trials and problems continue to increase, if you continue to pray, your deliverance shall be greater. ആമേൻ. ഭാരം ഏറി വരുമ്പോൾ പ്രാർത്ഥന കൂട്ടുമ്പോൾ അതൊരു ഭയങ്കര അനുഗ്രഹമായിട്ട് മാറും. And when your problems continue to increase, and when you increase your level of prayer, then your deliverance shall be greater in it. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ദാനിയേലിന്റെ പ്രാർത്ഥനയാണ് ദാനിയേലിനെ ഉയർത്തിയത്. And we understood and we know that it is by prayer that Daniel was honored. ദാനിയേലിന്റെ പ്രാർത്ഥന നമുക്കറിയാം. ദാനിയേല് കിട്ടുന്ന സമയമെല്ലാം പ്രാർത്ഥിച്ചു. And we know from the word of God that Daniel used to pray continuously. ഹല്ലേലൂയ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം പ്രാർത്ഥിച്ചു. Praise the Lord. And he prayed morning, afternoon and evening. ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു പ്രാർത്ഥന എന്നുള്ളത്. And this is one of the things that pleases God. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കുക. And we need to pray according to the Spirit of God. ആമേൻ, ഹല്ലേലൂയ. അവിടെ ആരാധന, ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം, ആത്മീയ ആരാധന എതിരായി വന്ന സന്ദർഭത്തിലും ദാനിയേൽ പ്രാർത്ഥനയിലിരുന്നു. And even when his worship was being challenged, Daniel continued to pray. ഈ ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ് ആരംഭവാക്യങ്ങളിൽ വായിക്കുന്നത് ദാനിയേലിനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആരാധന വിഷയത്തിലാണ് ദാനിയേലിനെതിരെ അവരെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം മുന്നോട്ട് വന്നതായിട്ട് കാണാൻ കഴിയുന്നു. And when we read the book of Daniel, we understand that the people there, they challenged Daniel because of his prayerful life. പരിശുദ്ധാത്മാവിനെ അവിടെ ചിന്തിപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം. അവര് ആമീൻ ദാനിയേലിന്റെ ആരാധന സംബന്ധിച്ച് അവനെ ആമീൻ കാരണം കണ്ടുപിടിക്കുവാൻ നോക്കി. And when we read that, we understand that they were trying to find fault in Daniel because of his prayerful life. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ഇത് ആത്മാവിൽ വെളിപ്പെട്ടു. And the one who was praying, Daniel, that was being revealed to him. അപ്പോൾ നമുക്കെതിരെ വരുന്ന അന്ധകാര ശക്തിയെ കാണാനുള്ള കാഴ്ചപ്പാട് ദൈവം തരുന്നോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. I praise God that God opens our inner eyes. God opens the inner eyes of his people so that we can see the devil that is trying to attack us. ഈ ദാനിയേലിന്റെ ജീവിതത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് അവൻ പ്രാർത്ഥനാ റൂമിൽ ദൈവം അവനോട് സംസാരിക്കുന്നതാണ്. And the success behind Daniel's greatest achievement is that God speaks to him when he bends his knees in prayer. അവിടെ എഴുതിയിരിക്കുന്നത് അവനിൽ കുറ്റം കണ്ടുപിടിക്കാൻ അവരെ വളരെ ശ്രമിക്കുന്നതായിട്ട് ആരംഭ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. And in the initial chapters in the book of Daniel, we understand that they were trying to find fault in him. ഏത് രീതിയിലും പ്രൈസ് ദി ലോർഡ് അവനെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. And they tried really hard to find fault in him, but they were unsuccessful in doing so. അപ്പോഴാണ് അവർ ന്യായപ്രമാണം സംബന്ധിച്ച ആരാധന വിഷയത്തിലൂടെയാണ് അവനെ ആമേൻ പിടിക്കുവാനായിട്ട് വന്നത്. And that is when they decided to torment Daniel, where he desired most, which is his prayerful life. എന്നാൽ ആ ആരാധനയിൽ തൊട്ടത് ആരാധന അവനെ അനുഗ്രഹമാക്കി മാറ്റി. But then we know that they decide to touch, or they decide to challenge his prayerful life, but that prayer itself turned out to be his deliverance. ഒരു കുറ്റമില്ലെങ്കിലും ആരാധനയിൽ പിടിച്ചെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി അവൻ നിന്നു. ആരാധന അവന്റെ അനുഗ്രഹമായി മാറി. And we know that they decide to challenge his prayerful life, but then he did not deter, and he stood firmly over there, and that prayer itself delivered him. ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് നമ്മൾ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ ഏത് നിലയിലും ദൈവത്തിന് സ്തോത്രം സാത്താൻ നമ്മളെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ആരാധനയിലും പ്രാർത്ഥനയിലും ഇരുന്നാൽ അതിന്റെ നടുവിൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുന്നതിൽ ഇന്ന് പകൽ എനിക്ക് സന്തോഷമുണ്ട്. And today Holy Spirit wants to say that whatever be the circumstance in your life, and devil is trying to find fault in your life, then if you continue to pray, if you continue to worship God, God shall deliver you out of it. ഏതാണ്ട് 120 രാജ്യങ്ങളുടെ നടുവിൽ അവനെ ആമേൻ ഉയർത്തിയതിന്റെ കാരണം അവന്റെ പ്രാർത്ഥനാ ജീവിതവും ആരാധനയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. And among 120 countries, Daniel was being honored. The reason was that his prayer and his worship. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ യാതൊരു കുറ്റവും അവനെ കാണാൻ കഴിഞ്ഞില്ല. And we know that they tried hard to find a fault, but they were not able to find a fault in him. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണം സംബന്ധിച്ച് അവനെ പിടിച്ചെങ്കിലും പിന്നത്തേതിൽ
അവന്റെ പ്രതികൂലം അവന്റെ അനുഗ്രഹമായി മാറി. We know that they tried to challenge him because of his prayerful life, but that turned out to be a blessing and deliverance for him. അല്പസമയം താഴ്ച പോലെ തോന്നിയ സിംഹഗുഹയിലേക്കാണ് പോയത്. Praise the Lord. And for some time it felt like God actually forsaked him, and then he had to go into the lion's den. നേരത്തെ പ്രാർത്ഥനയിൽ നിന്ന് സിംഹഗുഹ എന്ന് പറയുന്ന അത്ര നല്ല സാഹചര്യമൊന്നും അല്ല പ്രാർത്ഥിക്കാൻ. And we know that being in lion's den is not a very favorable circumstance to pray. ആമേൻ. അതിന്റെ നടുവിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനയെ അവൻ അനുസരിച്ച് നിന്നു. But then even amidst that he was ready to obey the counsel of God. പരിശുദ്ധാത്മാവിനോട് തിരിച്ചു ചോദിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു ഗുഹയുടെ അനുഭവമാണല്ലോ വന്നതെന്ന് ചോദിച്ച് ദൈവത്തെ മുഷിച്ചില്ല. ആ ആലോചനയ്ക്ക് അവൻ കീഴ്പ്പെട്ടിരുന്നു. We know that he did not question God in return, that why did you allow this in spite of me praying in your presence, but then he decided to submit himself for the counsel of God. അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമായി തീർന്നത്. And that is what pleased God. വന്ന പ്രതിസന്ധിയെ ചോദ്യം ചെയ്തില്ല, അതിൽ ആത്മാവ് പറഞ്ഞത് അവൻ അനുസരിച്ച് താഴ്ച ഉയർച്ചയാക്കി ദൈവം മാറ്റി. And he did not question God on what happened in his life, but he decided to submit himself even amidst those trials, and that turned out to be a deliverance and blessing for him. സിംഹത്തിന്റെ ഗുഹയില് നല്ല അന്തരീക്ഷമല്ല, മാംസകഷ്ണങ്ങളുണ്ട്, നല്ല ഗുഹ ഇരുട്ടാണ്, സാഹചര്യങ്ങളൊക്കെ വളരെ ശബ്ദം ഉണ്ടാക്കുന്ന സിംഹങ്ങളാണ്, പല അന്തരീക്ഷം. പക്ഷെ അതിന്റെ നടുവിൽ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നു. We can imagine in the lion's den we can see there could be rotten flesh, there could be bones, there could be lions roaring around him, but even amidst that he decided to pray. സാഹചര്യങ്ങൾ അനുകൂലമായിട്ടല്ല, സാഹചര്യങ്ങളെല്ലാം വല്ലാത്ത അന്തരീക്ഷത്തിന്റെ നടുവിലും പ്രാർത്ഥന കൈവിടാത്ത ദാനിയേലിന്റെ പ്രാർത്ഥനയെ ഓർക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് ഇന്ന് പകൽ അതിനെ പിൻപറ്റുവാൻ കഴിയുന്നുള്ളത്? How many people can thank and praise God when we consider the prayerful life of Daniel, that he decided to pray even amidst those unfavorable conditions. ദാനിയേലിന്റെ അവിടെ നിങ്ങള് കാഴ്ചബംഗ്ലാവിലൊക്കെ പോയവർക്കറിയാം, ഒരു ഭാഗത്ത് ഭക്ഷണം കഴിച്ചതിന്റെ അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്, ഒരു ഭാഗത്ത് ഇത് ശബ്ദമായിട്ട് ഇങ്ങനെ വളരെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് സ്മെല്ല് വരുന്നുണ്ട്, പല അന്തരീക്ഷങ്ങളാണെങ്കിലും ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നു. Those who have gone to zoo, you might realize, you can imagine the situation in a lion's den. There could be flesh, there could be bones, there could be lions roaring around. It is all unfavorable, but even amidst those circumstances we can see Daniel praying in a corner. സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലം കൂടി വരുമ്പോൾ ഓർക്കണം, ഹല്ലേലൂയ, ഇന്ന് പകൽ ആമേൻ ഓർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി കൂടി വരുന്നത് ഒരു വലിയ അനുഗ്രഹം വെളിപ്പെടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. So we need to realize and understand that when the trials and problems increase in your life, you need to understand there is a greater blessing behind it. നീ ഇന്ന് പകൽ സിംഹഗർജനത്തെ ഭയപ്പെടരുത്, അതിന്റെ നടുവിൽ സിംഹത്തെ സൃഷ്ടിച്ചവൻ ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. You need not be frightened by the lion, but the one who created the lion is right amidst there. ഇതിന്റെ ഇതുപോലെ സ്മെല്ല് ഞാൻ നേരത്തെ കേട്ടിട്ടില്ല, എന്നാൽ അതാ സ്വർഗീയമായ അഭിഷേകത്തിന്റെ ഒരു സ്മെല്ല് നിന്റെ ചെവിയിൽ അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കാൻ പോവുകയാണ്. Though you might have not witnessed a similar situation wherein you are in right now, but then God is going to send that anointing in your life, and that is going to deliver you. പലരുടെയും കണ്ണിന്റെ മുമ്പിൽ ദാനിയേൽ ഒരു പോഷനാണ്. And we know that people who had gathered there around the lions, and they would have thought this Daniel is truly foolish. എന്തുവകൽ എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. പലരുടെയും കണ്ണിന്റെ മുമ്പിൽ ദാനിയേൽ ഒറ്റപ്പെട്ടവനാണ്, അവൻ പോഷനാണ്, അവന്റെ പ്രമാണം അവനെ കൈവിട്ടു എന്ന് നോക്കുമ്പോൾ, അല്ല ദൈവ പൈതലേ, അതിന്റെ നടുവിൽ ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. When even during that time, people who have gathered here, they might have thought that Daniel is truly foolish in his life, but the word of God that he held on to it, that word truly delivered him. പലരുടെയും കണ്ണിന്റെ മുമ്പിൽ ഇതോടുകൂടി ഇവന്റെ കഥ കഴിഞ്ഞു, ഇനി ഇവൻ ഉയരുകയില്ല, ഇവൻ താഴ്ചയാണെന്ന് സംഭവിച്ച സ്ഥാനത്ത് ദൈവം ഇതാ ഈ മാസങ്ങളിൽ നിനക്ക് വേണ്ടി നിന്നെ കയറ്റുവാൻ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. And many people would think that truly God has forsaken you, God has truly forsaken in your trial, but in the coming months God is going to bless you and deliver you out of it. എല്ലാവർക്കും ഇല്ലാത്തതിനേക്കാൾ പ്രതികൂലം ഇപ്പോ ദാനിയേലിനാ പ്രതികൂലം. And we can understand that Daniel has to experience the worst of circumstance. വലിയ പ്രതികൂലം വരുമ്പോൾ ഒരു വലിയ അനുഗ്രഹം ഇതാ നിന്റെ മുമ്പിൽ നിൽക്കുക. And when you have to face a greater trial in your life, your blessing is greater. ഈ രാജ്യത്ത് ദൈവം നമ്മെ വെറുതെ കൊണ്ടുവന്നതല്ല, അനുഭവങ്ങളിലൂടെ നടത്താനാ ദൈവം നമ്മളെ വിളിച്ചു കൊണ്ടുവന്നത്. And God has not brought us into this country in vain, but he wants us to lead us through those experiences.
കഴിഞ്ഞ നാളുകളെ അനുഭവങ്ങൾ വെച്ച് പോകുന്നവരല്ല, ദൈവത്തിൽ നിന്ന് പുത്തൻ അനുഭവങ്ങളെ പ്രാപിക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. And Holy Spirit wants to say that don't rely on your past experiences. God is willing to give you some new experiences and lead you beautifully. കഴിഞ്ഞ നാളിൽ പല അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്, അതല്ല പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ല, ഒരു പുത്തൻ അനുഭവത്തിലൂടെ നിന്നെ ദൈവം വഴി നടത്തുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ആലോചന അറിയിക്കുകയാണ്. And don't look on to your past experiences. Holy Spirit wants to say that in the coming days God is going to open new experiences in front of you and is going to lead you beautifully. ദൈവ ശബ്ദത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇന്ന് പകൽ അല്ലെങ്കിൽ ആശയ്ക്ക് വിരോധമായി അതരപരകസിയ നീ ആശയോടെ വിശ്വസിക്കുമെങ്കിൽ ആശയില്ലാത്ത വിഷയത്തിന്മേൽ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് പകൽ ദൈവം ഒരു ആലോചന അറിയിക്കുകയാണ്. And no matter how hopeless your situation is, if you continue to hope and believe in God, God shall deliver you from your situation. ആശയ്ക്കൊരു വഴിയുമില്ല എന്റെ ദൈവമേ, ആശയ്ക്കൊരു വഴിയുമില്ല. എന്നാൽ ആശയ്ക്ക് വഴിയില്ലാത്തിടത്ത് ദൈവം ഇത് നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ആലോചന വീണ്ടും അറിയിക്കുന്നു. And this is what Holy Spirit wants to say, that you might be saying, Lord, my situation is hopeless, but Holy Spirit wants to say that He shall deliver you. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. And the God who promised you is faithful. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്ത ദൈവമാണ്. And He's a God, He shall not change His word. He's an unchanging God. നിന്റെ ആത്മീയ അനുഭവത്തിൽ നിന്ന് നിന്നെ ഒരിക്കലും താഴ്ചയല്ലാതെ ഒരു ഉയർച്ചയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. And if I believe that God shall not put you down, but He shall surely honor you. വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കാൻ പോകുകയാണ്. And if you believe, it shall happen. വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കാൻ If you പോകുകയാണ്. believe, it shall happen. കുരുകിൽ ഒരു കൂട് കണ്ടെത്തിയതുപോലെ ദൈവസന്നിധിയിൽ ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്ന ദൈവത്തിലെ ഒരു ആനന്ദമാലയത്തിൽ അനുഭവിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. And you who have find resort, you who have find solace in God's presence, God shall clothe you with joyness. ദിവസങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വഴി ദൈവം ഒരുക്കി കഴിഞ്ഞു. And if you continue to believe in God, God has already opened ways for you. ഒരുക്കി കഴിഞ്ഞു. God has already opened a way in this month. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി കഴിഞ്ഞു. And if you believe, God has already opened a way for you. ദൈവം ഒരു സാക്ഷ്യം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. And He is going to lift you up as a testimony. ദൈവത്തെ അകമഴിഞ്ഞ് എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയും? How many people can truly worship and praise God? ദൈവം എനിക്ക് ഒരു മറുപടി തന്നു കഴിഞ്ഞു. And how many people believe that my God has already answered my prayer? മാസങ്ങൾക്കകം ദൈവം മറുപടി തരാൻ പോകുകയാണ് നിന്റെ വിഷയത്തിൽ. And how many people believe that in the 7th month God shall surely deliver me? വിളിച്ചു വരുത്തി തരുന്നത് പോലെ ഒരു അടയാളമാക്കി ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ ദൈവാത്മാവിന് ഉദ്ദേശമുണ്ടെന്ന് ഇന്ന് പകൽ നിന്നോട് ആലോചന പറയുകയാണ്. And God wants to show signs and wonders in front of you, and He shall make you stand firm there and deliver you. ആഴത്തിൽ വേരൂന്നിയവരെ മീതെ ഫലം കഴിക്കാൻ പോകാം. ദൈവത്തിന്റെ സ്തോത്രം. And God shall allow you to deeply root in wherever He has made you stand. ആത്മാവിനെ അനുസരിച്ച് ആഴത്തിൽ വേരൂന്നിക്കോ, മീതെ ഫലം വരാൻ പോകുന്നു. ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. And continue to extend your roots down by believing in the Holy Spirit, and God shall deliver you. ആലോചന വന്നപ്പോൾ ദാനിയേൽ മനസ്സിലായി, ഇത് എനിക്ക് ഒരു കുറ്റം ഉണ്ടായിട്ടില്ല, ആരാധന സംബന്ധിച്ച് വന്നതാ, ഇതെന്റെ ഉയർച്ചയുടെ കാരണമാണ്. And then Daniel was able to understand that it is not that I am in fault, but because it is regarding my worship, my prayerful life, that is why it shall turn out to be a blessing for me. ആത്മാവിനോട് വിഘടിക്കാത്ത ദാനിയേലിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. Let us praise God for the life of Daniel, because he did not question God. ആത്മാവ് അനുസരിച്ച് പോകുന്ന, ആത്മാവിനോട് വിഘടിക്കാത്ത, ആത്മാവിനോട് എതിർക്കാത്ത ദാനിയേലിന്റെ മാതൃകാ ജീവിതത്തെ പിൻപറ്റുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ സഭ ആഹ്വാനം ചെയ്യുകയാണ്. And this is what Holy Spirit wants to say, that we need to follow that life of Daniel, who decided not to question Holy Spirit back, but decided to submit himself. ഈ യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യം വായിക്കാം. 10-ാം അധ്യായത്തിൽ വാങ്ങുന്ന ദൈവത്തിന് 15-ാമത്തെ വാക്യം നോക്കിയ ദൈവത്തിന് സ്തോത്രം. രക്തത്താൽ യെശയ്യാ ചാപ്റ്റർ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. 10-ാമത്തെ വാക്യം അന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ? നിർത്തി വായിക്കണം. വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ? എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ? എന്തോ മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. But can the axe boast greater power than the person who uses it? കോടാലി കൊണ്ടാണ് മരത്തെ വെട്ടുന്നത്. And we know that axe is used to cut the trees. അപ്പോൾ കോടാലി ദൈവത്തിന് മരം തിരിച്ച് കോടാലിയോട് വമ്പ് പറയുമോ?
So imagine, can the tree boast back to the person who's using the axe? എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീയ അർത്ഥം So what is the spiritual meaning of this? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കത്തില്ലെന്നാ അതിന്റെ അർത്ഥം. And it truly means that we need to not counter question Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആത്മാവിന് കീഴ്പ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. And if we decide to submit and surrender before the Holy Spirit, before the Spirit of God, that will be a blessing for our family. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അതൊരു വാളാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് വെട്ടുമ്പോൾ ഹല്ലേലൂയ ഒരിക്കലും തിരിച്ചതിനോട് എതിർക്കുകയല്ല. ആമേൻ. അതിനെ ആമേൻ ആ ആലോചന ദാനിയേൽ ഏറ്റെടുത്തതുപോലെ അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽ ഒരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. And just as how Daniel decided to submit himself in front of the council of God, similarly if we decided to submit ourselves before God's voice, before his council, that will be a blessing in our life. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവാണ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. And Holy Spirit is preparing us. എന്തിനാണ് എന്നെ ആമേൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അതൊരിക്കലും തിരിച്ചു ചോദിക്കത്തില്ല. And we should not ask him back that why are you doing this in my life? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് നമ്മൾ ആത്മമണ്ഡലത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. And if we decide to submit ourselves to Holy Spirit, to the voice of God, that will be a blessing in our life. അവിടെ എഴുതിയിരിക്കുന്നത് അടുത്ത വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്യം കൂടെ വായിച്ചു നിർത്താം. വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? ഒരു ഈർച്ചവാൾ എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടാണ് വലിക്കുന്നത്, ഇങ്ങനെ മരം മുറിക്കുന്നത്. അതിനോട് അതിന്റെ വലിപ്പം കാട്ടുമോ എന്നുള്ളതാണ്. We know that a saw is used to cut the wood, and then in this verse it asks that will that wood boast back to the person who's using the saw? എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീയാർത്ഥം പരിശുദ്ധാത്മാവിന്റെ ഒരു ആലോചന നമ്മൾ അനുസരിച്ച് പോകുമ്പോൾ, ആത്മാവിനെ നമ്മൾ എതിർക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലാണ്. The spiritual meaning of this is that if we decide to submit ourselves in front of the counsel of God, that will be a blessing and deliverance in our life. ഇവിടെ വലിക്കുന്നവനാണോ വലിപ്പം, അതോ ഈർച്ചവാളാണോ വലിപ്പം? So here a question is that is the saw greater or is the person who's using the saw greater? ഇവിടെ കോടാലിയാണോ വലിപ്പം, വെട്ടുന്ന മരമാണോ വലിപ്പം? Is the axe greater or is the or is the wood greater? ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. And this denotes the Holy Spirit of God. ഈർച്ചവാളെന്ന് പറയുന്നതും ആമേൻ കോടാലി എന്ന് പറയുന്നു, ഇതൊക്കെ ദൈവാത്മാവിന്റെ പര്യായ പദങ്ങളാണ്. So this axe and saw is being used as the other word for Holy Spirit. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തരുന്ന ആലോചന നമ്മൾ മുന്നേറുമ്പോ നമുക്കൊരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ. It truly means that if we decide to surrender ourselves before the counsel of God, that will be a blessing in our life. യെശയ്യാ, വലിയ പ്രവാചകനായ യെശയ്യാ പറയാണ്, ഒരിക്കലും അതിനോട് വലിപ്പം കാണാൻ, അതിനെ ഒരുക്കിയെടുക്കുന്ന, അതിനെ രൂപഭംഗിപ്പെടുത്തുന്ന ആ വാളാണ്, ഹല്ലേലൂയ, ആ കോടാലിയാണ്, അല്ലെങ്കിൽ ആ ഉപകരണമാണ്. അതിന് കീഴ്പ്പെടാമെങ്കിൽ അത് കീഴ്പ്പെട്ടപ്പോൾ അതൊരു വലിയ ഉപകരണമായി മാറി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. And here prophet Isaiah says that wood or that tree will not boast back to the person who's using the axe, or it will not boast back to the axe or to the saw, because that wood or that tree surrendered himself before that weapon. That is why it turned out to be a really beautiful thing. ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം തന്നെയാണ്. And when we experience these trials in our life, that will turn out to be a blessing. ദാനിയേലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അനേക ആമേൻ സ്തോത്രം അനുഭവങ്ങൾ നോക്കിയെന്നാൽ അവിടെ എല്ലാം ദൈവം ആമേൻ ഉയർത്തി നിർത്തിയ അനുഭവം കാണുന്നത്. And we know that Daniel had to face a lot of trials and problems in his life, but amidst all that God honored Daniel. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ താഴ്ച ഉയർച്ചയായി മാറി. പ്രൈസ് ദി ലോർഡ്. And God honored him in front of others. ഇന്ന് പകൽ ചില താഴ്ചകളെ ദൈവം ഉയർച്ചയാക്കി മാറ്റുന്ന ദൈവമാണ്. And God shall also honor ചില you. വിടുതലുകളെ ദൈവം പകരുന്ന ദൈവമാണ്. And he shall deliver you. ചില പ്രതിസന്ധികളെ ദൈവം എടുത്ത് മാറ്റുന്ന ദൈവമാണ്. And he shall remove the trials that you are facing. ദൈവം വഴികൾ ഒരുക്കുകയാണ്. And God is opening ways for his ദൈവത്തിന്റെ people. കൽപ്പന, ദൈവത്തിന്റെ വഴികളെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാണെന്ന് പകൽ. And when we decide to submit ourselves in front of him, then he shall deliver us and do miracles for us. ആമേൻ. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് പ്രാർത്ഥനാ ജീവിതം ഒരു വലിയ വിടുതലായിരുന്നു ദൈവത്തിന്. And here through this verse we understood that prayerful life is a blessing. പ്രാർത്ഥന നമ്മളെ ഉയർത്താൻ ഇടയാകും. And prayer shall honor us. വിശ്വസിക്കുന്നവരാണ്. How many of you believe that? പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയാണ്. And this prayer shall be a blessing for ശൗമേൽ us. പ്രാർത്ഥിക്കുന്നവനായിരുന്നു. We know that Samuel used to pray. ശൗമേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. We know that Samuel had a prayerful life. പ്രാർത്ഥനാ ജീവിതമാണ് അവന്റെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നത്. And that prayerful life led him to an honorable life. അവ പിൽക്കാലങ്ങളിൽ പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയ അനേക രാജാക്കന്മാർ താഴ്ച പ്രാപിച്ചപ്പോൾ ശൗമേൽ പ്രാർത്ഥനയിൽ ഇരുന്നതുകൊണ്ട് അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. We know when we read the word of God that there were several kings who backslided and they had to go down. They
they were completely brought down from the glorious position that they once enjoyed. But Samuel, because he had a prayerful life, his life was turned out to be honorable life. ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്കായി നമ്മളെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Let us submit ourselves for that prayerful ദാനിയേലിന്റെ life. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നെങ്കിലും പ്രശ്നങ്ങൾ അനുഗ്രഹമാക്കി മാറ്റി. And Daniel had problems in his life, but that turned out to be a പ്രതിസന്ധി blessing. അനുഗ്രഹമാക്കി ദൈവം മാറ്റി. And God shall turn your trials into blessing. ലോകത്തിന്റെ മുമ്പിൽ അല്പസമയം അവൻ ഹല്ലേലൂയ അവൻ ഭോഷനായിരുന്നു, പിന്നത്തേതിൽ അവൻ മാന്യനായി മാറുകയാണ്. And in front of the world for some time he was deemed to be foolish, but then God honored him. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ നടക്കാം. Let us close our eyes. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. Let us stand ഒരു up. നിമിഷം നമ്മെ തന്നെ ഏൽപ്പിച്ചു Let കൊടുക്കാം. us submit ourselves. ഒരു വിടുതൽ ദിവസങ്ങൾ ദൈവം പകരുന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. Let us praise God that God is going to do that ചില deliverance. കുടുംബങ്ങൾക്ക് ദൈവം ചില വിടുതലുകൾ പകരുന്നതിനായി സ്തോത്രം I ചെയ്യാം. praise God that God is going to deliver some families. ഇന്ന് പകൽ കടന്നു വന്ന ജീവിതങ്ങൾ ആശ്വാസത്തോടെ പോകുന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. I praise God that God is going to send his comfort to his ചില people. പ്രതിസന്ധികൾ അനുഗ്രഹങ്ങളാക്കി മാറുന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. I praise God that God is turning the trials into ചില blessings. പ്രതിസന്ധികൾ ഒഴിഞ്ഞു മാറുന്നതിനായി ദൈവത്തെ സ്തോത്രം ചെയ്താൽ I praise God that God is removing destruction and trials in front of ചില you. വഴികൾ ദൈവം ഒരുക്കുന്ന ദിവസങ്ങളായി ദൈവത്തെ സ്തുതിക്കാം. I praise God that in the coming days God is going to open new ways for his നമുക്ക് children. അല്പസമയം സ്തുതിച്ചെന്ന് ആരാധിക്കാം. ചില ജോലിയുടെ വഴികളെ ദൈവം ഒരുക്കുന്ന മാസങ്ങളാണ്. And these are the months that God is going to open new ways in your job ഈ life. മാസങ്ങൾ ചില അത്ഭുതത്തിന്റെ വഴികളെ ദൈവം ഒരുക്കുന്ന മാസങ്ങളാണ്. And in this month God is going to open new ways for you professionally. അസാധ്യമായത് ദൈവം സാധിപ്പിക്കുന്ന ദിവസങ്ങളാണ്. And what is impossible God is going to make possible. ചില Amen. പ്രതിസന്ധികൾ മാറുന്ന ദിവസങ്ങളാണ്. And God is going to remove the trials from in front of you. ദൈവം എനിക്ക് വേണ്ടി കരുതിയല്ലോ, ദൈവം എനിക്ക് വേണ്ടി കരുതിയല്ലോ എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God that God is going to raise up those testimonies wherein we say that God truly cared for me. ഓ രാമനാഗസ്യാനയ ശത്രുവാകുന്നവൻ ഒരു പഴം പൊളിക്കുന്നത് പോലെ ആമീൻ ശരീരത്തെ പൊളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ ശാസിക്കപ്പെടുകയാണ്. And together we need to rebuke that power of darkness that is trying to bind your bodies. ഓ ശത്രുവാകുന്നവൻ ആമീൻ ജീവിതത്തെ ആമീൻ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില കെടുതികൾ ഇന്ന് പകൽ അഴിക്കുന്ന പകലാണ് ദൈവത്തിന്റെ And സ്തോത്രം. today is the time when God is going to rebuke that power of darkness that is trying to torment you. ആമീൻ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന ശക്തികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാണ് ദൈവത്തിന്റെ And സ്തോത്രം. today itself God is rebuking that power of darkness that is tormenting your body. In the name of Jesus, let the deliverance flow here. ശരീരത്തെ തുണി പിഴിയുന്നത് പോലെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കെടുതികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്ന പകലാണ് ദൈവത്തിന്റെ And സ്തോത്രം. today is the time when God is going to deliver you from the sicknesses in your body. എല്ലാവരും വിട്ടുകൊടുത്തുന്ന പകൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. Let us continue to praise and worship ഓ God. രാമാരാമാര ശത്രുവാകുന്ന പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ശാരീരിക ബന്ധനങ്ങൾ ഇന്ന് പകൽ ആരാധനയിൽ അഴിഞ്ഞു മാറുകയാണ്. And today with the praise and worship, God is going to rebuke that power of darkness that is binding your body. ആരാധിക്കുന്ന ജനം എവിടുണ്ടോ അവിടെ ശത്രു തോറ്റോടുകയാണ് ദൈവത്തിന്. And if you continue to praise and worship God, God is going to defeat that devil right in front of ചില you. കുടുംബങ്ങൾക്ക് ചില വഴികൾ ഒരുക്കുന്ന ദിവസങ്ങളാണ്. And these are the days when God is going to open new ways for the families. അല്പസമയം സ്തുതിച്ച് നാം ആരാധിക്കാൻ Let പോകുകയാണ്. us continue to praise and worship God. ആ പ്രതികൂലത്തിന്റെ നടുവിൽ ഞാൻ മാറുകയില്ല ഇന്ന് പകൽ ഉറച്ചു നിൽക്കുവാൻ ഉറപ്പുള്ള ദൈവജനത്തിനായി ദൈവത്തെ സ്തുതിക്കുക. I praise God for those people who decide to stand firm amidst the trials. കൂടവരന്തര വൈഡ പ്രൗഢസിയാനയ ഓ രഖമന ഹംസിയാനയ എല്ലാവരും അല്പസമയം സ്തുതിച്ച് ആരാധിക്കാം. Let us continue to praise and ഈ worship God. ആരാധന ദൈവം നമുക്ക് ആത്മീയ അനുഭവത്തിൽ ഇന്ന് പകൽ ചില വിടുതലുകൾ കുടുംബങ്ങൾ അനുഭവിപ്പാൻ And so that God would deliver us through this worship. ഇനി അതിനകത്ത് ആശയ്ക്ക് വഴിയില്ലാതെ അടഞ്ഞു എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം ഒരു ഉറവ തുറക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുക. Let us praise God that God is opening new ways for those people who say that they are hopeless. അനുകൂലമായവൻ ദൈവജനത്തിനു വേണ്ടി ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ്. And in the coming days God is going to walk in with us being favorable. പ്രതികൂലത്തിന്റെ നടുവിൽ കർത്താവ് ഇന്ന് പകൽ അനുകൂലമായി ഇറങ്ങി വരികയാണ്. And amidst the trial God is going to be in favor with us. ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു കൊടുത്താണ് ദൈവത്തിന്. Let us submit ourselves. അല്പസമയം ദൈവത്തെ ആരാധിക്കാം. ചില വിടുതലോടുന്ന പകൽ ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ. And we need to go back home with the deliverance. ഈ ആരാധന അല്പസമയം കൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു വിടുതലോട് ദൈവജനം ഇന്ന് പകൽ മടങ്ങുകയാണ്. And let us continue to worship God and we will get the deliverance. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ
വാഗ്ദത്തം തന്ന കർത്താവേ, അതിൽ ആശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. അതിൽ ആശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിൽ ആശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. അതിൽ ആശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പാരമായിട്ട് എന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പാരമായിട്ട് എന്നെ പോറ്റുന്ന, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. 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 എല്ലാ വെല്ലുവിളികളും, എല്ലാ പോരുകളും, എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ പ്രതിസന്ധികളും, ആരാധനയ്ക്കെതിരെ, ആത്മമണ്ഡലത്തിനെതിരെ, അഭിഷേകത്തിനെതിരെ, ആവിദേശത്തിനെതിരെ വ്യാപരിക്കുന്ന സകല പോരുകൾ യേശുവിൻ നാമത്തിൽ ദൈവജനമാകുന്ന ഞങ്ങൾ ഒരുമിച്ച് അന്തര വൈഡ പ്രാവശ്യസിയാനയാ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ദേവടക്കുന്ന കർത്താവ് യേശുവിന്റെ രക്തമടയാളത്തിൽ മുദ്രയിടുകയാണ് കർത്താവ്. വൈഡമന ഹംസിയാനിയ, വേദ ഭ്രമന ഹംസിയാനയ. ഓ രബരബരബരബരബരബ. എല്ലാ ഘട്ടുകളെന്ന് മകൻ അഴിഞ്ഞു മാറട്ടെ. ജനസ്വതന്ത്രമാകട്ടെ. ആത്മാവിന്റെ മകൻ ജനസ്വതന്ത്രമാകട്ടെ. വഴികളെ അടയ്ക്കുന്ന കോരികൾ അഴിഞ്ഞു മാറട്ടെ. കൊമ്പുകൊലുക്കുന്ന അന്ധകാര ശക്തികൾ ഇന്ന് പകൽ വഴി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ രാഘമന ഹംസിയാനയ വൈശസിയാനയ മുദ്രയിടുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവസ്ഥനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി പ്രാർത്ഥിക്കും. വളരെ ദൂരെ യാത്ര ചെയ്ത് ആരാധനയ്ക്ക് കൊതിയോടെ കടന്നു വന്ന എല്ലാ ജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്തു. അത്ഭുതത്തിന്റെ ഹല്ലേലൂയ വഴിത്താളുകൾ, ഹല്ലേലൂയ പുസ്തകത്തിന്റെ താള് മറിക്കുന്നത് പോലെ യദരമന വൈശസ്യ ഒരു പേജ് മറിച്ച് ആമേൻ വഴിയൊരുക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ഇതുവരെയുള്ള പേജല്ല, ഇതിനപ്പുറത്തായ ഒരു പ്രവൃത്തി ഇതാ. ആരാധനയ്ക്ക് കൊതിയോടെ കടന്നു വന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഒരു പുത്തൻ സാക്ഷ്യം. ഉടകമന ഹംസിയാനയ അന്തനെ വൈഡ പ്രബല ഹംസിയാനയ വൈശസ്യാനയ ഉടകമന ഹത്തുന രകൽക്കരാദിനി വൈശസ് ഉടമന ഹത്തുന രകൽക്കരാദന വൈശസ്യാനയ
ഇരുട്ടിന്റെ ഗുഹയിൽ നിന്ന് ഇരുട്ടിന്റെ ഗുഹയിൽ നിന്ന് ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിൽ കയറുന്നത് പോലെ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് പകൽ ആരാധന കൊതിയോടെ കടന്നു വന്നവര്, ഭാരത്തോടെ കടന്നു വന്നവര്, ഈ മാസങ്ങളിൽ ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക് നീ കയറുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾ ആരാധിച്ച് ജയമെടുത്താണ്. ചില ജീവിതങ്ങൾ സ്വതന്ത്രമാകുന്ന പകലാണ്. ദൈവങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ ബലത്തോടെ അങ്ങനെ ജനത്തെ അയക്കണമേ, വിടുതലോട് അയക്കണമേ. സൂമിലൂടെ വളരെ വിദൂരതയിലിരുന്ന് ദൈവത്തിന്റെ ആലോചന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കൂടി ഇവരോട് രക്തക്കോട്ടക്കളെ മറയ്ക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ ആശ്വാസം കരുതൽ കൂട്ടായ്മയും ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ ഭവനങ്ങളുടെ മേലും കർത്താവിന്റെ ഒരു ഇവിടെ നിന്നുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവ് യേശുവേ വേഗം വരും. ആമേൻ. കർത്താവിൽ അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.